വെട്രിവേൽ മുരുകനുക്ക് ഹരോഹര. നമസ്കാരം. അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന ദിവസം അടുത്ത് വന്നിരിക്കുകയാണ്. നാളെയാണ് ഭഗവാൻ മുരുകൻ്റെ ജന്മദിനമായ വൈകാശി വിശാഖം വരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി കുറേ സംശയങ്ങളും ഒക്കെ മെസ്സേജായിട്ടും കമൻ്റായിട്ടും ഒക്കെ ചോദിക്കുന്നു. എപ്പോൾ വേണം വ്രതം ഇരിക്കാൻ, എങ്ങനെ വേണം വ്രതം ഇരിക്കാൻ എന്നൊക്കെ. ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വ്രതം ഇരിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം വ്രതം ഇരിക്കുക. അതിനുശേഷം ചോദിച്ച ഒരു ചോദ്യം, എങ്ങനെയാണ് പൂജകൾ ചെയ്യേണ്ടത്, എന്തൊക്കെ പ്രാർത്ഥനകളാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ആദ്യത്തെ പൂജ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ ചെയ്തിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൂജ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ ആദ്യം വൃത്തിയാക്കുക. മനസ്സാണ് എല്ലാത്തിൻ്റെയും ഘടകം. ഏതൊരു പൂജയും സമ്പൂർണമായി ചെയ്ത് തീർക്കാൻ കഴിയത്തുള്ളൂ. അതിന് ആദ്യം വേണ്ടത് മനസ്സിൻ്റെ ശുദ്ധിയാണ്. പൂജാമുറി ശുദ്ധിയാക്കുന്നതിന് മുമ്പ് ആദ്യം ശുദ്ധമാക്കേണ്ടത് നമ്മുടെ മനസ്സിനെയാണ്. മനസ്സിൽ കെട്ടിക്കിടക്കുന്ന വേണ്ടാത്ത ചിന്തകളെയും അന്ധകാരത്തെയും വേണ്ടാത്ത തോന്നലുകളെയും എല്ലാം എടുത്തു മാറ്റി മനസ്സിനെ ആദ്യം ശുദ്ധമാക്കുക. പഞ്ചഭൂതങ്ങൾക്കും അതീതമാണ് നമ്മുടെ മനസ്സ്. ആ മനസ്സിൻ്റെ ശക്തി പ്രചോദനത്തിന് നിരവധി കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഈശ്വരാരാധന, പൂജകൾ. ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ മനസ്സിന് കൈവരുന്ന ശക്തി നമ്മുടെ നിത്യജീവിതത്തിന് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം തരുന്നു. അത്തരത്തിലുള്ള ഒരു ശക്തി ആർജിക്കാൻ ഏറ്റവും ഉത്തമമായ മാർഗങ്ങളിൽ ഒന്നാണ് ഈ ഉപാസന, വ്രതം എന്നൊക്കെ പറയുന്നത്. വൈകാശി വിശാഖം അടുക്കാറായി. ഭഗവാൻ മുരുകന് വേണ്ടിയിട്ട് വ്രതം ഇരിക്കണമല്ലോ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിച്ച് വരുന്നുണ്ട്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വ്രതം ഇരിക്കണം എന്നുള്ളത് നിങ്ങളുടെ ആവശ്യമാണ്. അത് നിങ്ങൾക്ക് എപ്പോൾ, എങ്ങനെ, ഏത് ദിവസം മുതൽ എന്നൊക്കെ തീരുമാനിക്കാം. ഒരു നേരം വേണമെങ്കിലും വ്രതം ഇരിക്കാം, ഒരു ദിവസം വേണമെങ്കിലും വ്രതം ഇരിക്കാം. വ്രതം ഇരിക്കുക എന്നുള്ളത് ഭക്ഷണവും ജലവും മാറ്റി വെക്കുന്നത് അല്ല. അത് ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. വ്രതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഭക്ഷണവും ആഹാര സാധനങ്ങളും അല്ലെങ്കിൽ വെള്ളവും എല്ലാം ഉപേക്ഷിച്ച് അതിനെയെല്ലാം മാറ്റി നിർത്തിയിട്ട് നിൽക്കുന്ന ഞാൻ വ്രതം ഇരുന്നു എന്ന് ഒരു ബോധ്യപ്പെടുത്തലല്ല. നമ്മൾ ഞാൻ വ്രതം ഇരിക്കുകയാണ് എന്ന് ഭഗവാനെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് സ്വയം തോന്നണം. നമ്മൾ ഈ പറയുന്ന ആഹാര സാധനങ്ങളെല്ലാം ഉപേക്ഷിച്ച് നമ്മളുടെ ഇഷ്ടവിനോദങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് വ്രതം ഇരുന്നു. പക്ഷേ നമ്മളുടെ മനസ്സിന് ദൃഢതയില്ലെങ്കിൽ, നമ്മുടെ മനസ്സ് ശുദ്ധമല്ലെങ്കിൽ, എത്ര വ്രതം ഇരുന്നിട്ടും എത്ര പൂജകൾ കഴിച്ചിട്ടും ഒരു ഫലസിദ്ധിയും ഉണ്ടാവുകയില്ല. ഭഗവാൻ മുരുകൻ അല്ലെങ്കിൽ ഭഗവാൻ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി നമ്മൾക്ക് തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിവാണ്. ആ അറിവ് നമ്മൾക്ക് ലഭിക്കുകയും ആ അറിവ് മറ്റുള്ള ഒരാൾക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യാൻ കഴിയുന്നത് തന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായി എനിക്ക് കുറച്ച് ശതമാനമായിട്ടെങ്കിലും എനിക്ക് ലഭിച്ചു. അത് ഞാൻ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. നല്ല കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ ഞാൻ തൃപ്തനാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആദ്യം വൃത്തിയാക്കേണ്ട ഇടം വൃത്തിയാക്കിയതിന് ശേഷം മാത്രം പൂജാമുറിയൊക്കെ വൃത്തിയാക്കി നമ്മളാൽ സാധിക്കുന്ന രീതിയിൽ ചെറുതോ വലുതോ ആയ ഒരു പൂജ നടത്തി നമ്മുടെ വീട്ടിൽ ഉള്ള സൗകര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പൂജ സെറ്റ് ചെയ്ത് ഒരു നേരത്തേക്ക് ഭഗവാന് എന്തെങ്കിലും ഒരു നിവേദ്യം കൊടുക്കാൻ സാധിച്ചാൽ, അതൊരു പഴമായിക്കോട്ടെ, ഒരു ഗ്ലാസ് പാലായിക്കോട്ടെ, ഇനി നിങ്ങളെക്കൊണ്ട് സാധിക്കുമെങ്കിൽ ഒന്നെങ്കിൽ ഒരു ശർക്കര പൊങ്കൽ വെക്കാം, അതല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിൽ പഞ്ചാമൃതം തയ്യാറാക്കി വെക്കാം. അത് ഏതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സൗകര്യപ്രദം പോലെ ചെയ്ത് ഭഗവാന് വഴിപാട് നടത്തി പൂജകൾ ചെയ്ത് ഭഗവാന്റെ ഈ ജന്മദിനം സന്തോഷപരമായി ആഘോഷിക്കുക, പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രമാത്രം. നാളെ ഒരു വലിയ ചടങ്ങുകൾ തന്നെ ബാക്കി കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളിലേക്കാണ് ഞാനും പോകുന്നത്. ശേഷം നമ്മുടെ സ്കന്ദഷഷ്ഠിയുടെ മലയാള പരിഭാഷ അവതരണത്തിന് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.